അമ്മേ, ഒരാൾ കാണാൻ വന്നിരിക്കണേ. സുഭദ്രാമേ. ആരാ? എന്താ? രാവിലെ പാല് കുടിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഛർദിച്ചു. എന്തിനാടാ കരയണേ? വത്സലേ, ആ എണ്ണ എടുക്ക്. മോനെ കരയില്ലടാ മോനെ. ഇപ്പൊ എല്ലാം ശരിയാവും. എണ്ണ ഒഴിച്ച് തേച്ച് എന്റെ ദേവി, നീ കാത്തു. എന്താ പറ്റിയതമ്മേ? ഒന്നും പറയണ്ട എന്റെ കുട്ടാ. കുട്ടിക്ക് പാല് കൊടുക്കുമ്പോ ശ്രദ്ധിക്കാതെ പറ്റുന്നതാ ഇതൊക്കെ. രമേശ, സുമയോട് ശ്രദ്ധിക്കാൻ പറയട്ടോ. ദാ മുലയോട്ടുമ്പോ കുട്ടിക്ക് മുലപ്പാല് ശിരസിൽ കേറാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാ പൊയ്ക്കോളൂ. വലിയ ഉപകാരം സുഭദ്രാമേ. എന്നോടല്ല പറയേണ്ടത്, ദേവിയോടാ. എന്നാ ഞാൻ പോട്ടെ. ചന്ദ്രേട്ടാ, 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 ഞാനിപ്പോ പോവട്ടോ. എങ്ങോട്ടാ രാവിലെ തന്നെ? അക്കരെ ടൗണില് പോണം. കുറച്ച് പച്ചമരുന്നുകൾ വാങ്ങണം. നന്ദിയാർ വട്ടം, ഇലവങ്ങം, പിന്നെ കുറച്ച് എണ്ണ. ഞാൻ ചന്ദ്രേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. എന്തായിരുന്നു വിശേഷം? ഒന്നുമില്ല, ഒന്ന് ചന്ദ്രേട്ടനെ കാണണമെന്ന് തോന്നി. അല്ല, ഇന്ന് എവിടെയാ ജോലി? ടൗണില് 2 വീടിന്റെ പെയിന്റിങ്ങാ. മണലുവാരൽ നിർത്തി വെച്ചേക്കല്ലേ. അപ്പോ വൈകിട്ട് വീട്ടിലേക്ക് വരില്ല അല്ലേ? ദിവസം അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഒന്ന് കാണാലോ. കണ്ടിട്ട് എന്ത് ചെയ്യാനാ? ചുമ്മാ. അയ്യടി, ഇന്നലെ അമ്പലത്തിൽ നിന്ന് കിട്ടിയതാ, പൂജിച്ചതാ. കഴിച്ചോളൂ. വഞ്ചി പോകാറായി. സുഭദ്രാമയില്ലേ ഇവിടെ? ഉവ്വ്, വിളിക്കാം. ഓ, അമ്മേ, വരൂ, കേറി ഇരിക്കൂ കേട്ടോ. നമസ്കാരം. നമസ്കാരം, വരൂ, ഇരിക്കൂ. ഞങ്ങള് കടലാശ്ശേരിന്നാ. അവിടെ മാമ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിന്ന്. അടുത്ത മാസം 24-നാ ഉത്സവ പരിപാടികള്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മുടിയാട്ടം വേണം. അതിനെന്താ, സന്തോഷമുള്ള കാര്യല്ലേ. ചായ എടുക്കട്ടെ? അയ്യോ മോളെ സുഭദ്രാമ, ഞങ്ങളിപ്പോ ചായ കുടിച്ചുള്ളൂ. അഡ്വാൻസ് തരാൻ വന്നതാ. മാക്കോത മുത്തപ്പനെയും കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പോലെ എല്ലാവരും വരണം, ആട്ടം കേമാക്കണം. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നാവും. സുഭദ്രാമയ്ക്ക് ഓർമ്മയുണ്ടോ ആവോ? വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ അവിടെ മുടിയാട്ടത്തിന് കാളിയേറ്റുണ്ടായതാ. അറിയാം. ദേവിക്ക് കോമരം കെട്ടാൻ ഇക്കൊല്ലം ഞാൻ നോമ്പെടുക്കുന്നുണ്ട്. സന്തോഷായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഹലോ ഹലോ ഹലോ. പറയൂ. അതെ അതെ, ഭാരതി, കുരുവി ഭാരതി. അയ്യോ, അത് തന്നെ, പഞ്ചായത്ത് മെമ്പർ കുരുവി പെങ്ങൾ. എന്താ? ഓ, മണല് ജോസാണോ? എന്താ, മണല് വണ്ടി പിടിച്ചെന്നോ? നന്നായി മോനെ, നന്നായി. എടാ മോനെ ജോസേ, എന്റെ ആൾക്കാർ ഇവിടെ പണിയില്ലാണ്ട് തെണ്ടുമ്പോ നീ അനധികൃതമായി മണല് വാരി വിൽക്കരുത്. എന്താ? ഇല്ല, ഈ കാര്യം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. നീ അനുഭവിച്ചോടാ മോനെ. എന്തോ? ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ കാണും. 10 മണിക്ക് കമ്മിറ്റി ഉള്ളതാ. എന്തോ? ശരി ശരി, കാണാം. ഡ്രൈവർ, വണ്ടി എടുക്ക. എന്താ പറ്റിയേ? വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലെന്നേ. അത് എന്നെ ചോദിച്ചത് എന്താ പറ്റിയെന്ന്. ഭീകരമായ ലോഡല്ല കയറിയിരിക്കണേ, അതുകൊണ്ടാ. എടാ മോനെ രാജു, വേണ്ട, നീ കേറ്, ഞാനും നോക്കട്ടെ. എന്താകും എന്തോ. എന്താ ഈ കാട്ടണേ? പോട്ടെ, പോകല്ലേ? പോടാ.
ഈ പോക്ക് എന്താവോ എന്തോ. അടി തുടങ്ങി. ഇതേത് സുന്ദരിയാണാവോ? ഹലോ ഹലോ ഹലോ, സോറി മോളെ, ഇത് റെന്റേ കാറല്ല, റെന്റേ സൈക്കിൾ കടയാണ്. ഇവിടെ കാറുകൾ വാടകയ്ക്ക് കിട്ടില്ല. പകരം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലേഡി ബേർഡ് സൈക്കിളുകൾ മാത്രമേ കിട്ടൂ. ആട്ടെ, എന്താ മോളുടെ പേര്? മോളി. ഓ, സ്വീറ്റ് നെയിം. ആട്ടെ, മോൾക്ക് എത്ര പ്രായം വരും? 50 വയസ്സോ? സോറി ആന്റി, ആന്റിയുടെ പ്രായക്കാർക്കുള്ള സൈക്കിളുകൾ തൃശ്ശൂരുള്ള പട്ടാള മാർക്കറ്റിൽ കിട്ടും. അവിടെ പോയി തിരക്കിയാൽ മതി. എന്ത് കയ്യൊഴിയിരുന്നോ? ആന്റി ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമോ നോക്കട്ടെ. ആന്റിക്ക് പ്രായമായ പെൺമക്കൾ വല്ലവരും ഉണ്ടോ? എങ്കിൽ പഠിപ്പിക്കാം. കുഞ്ഞു സൈക്കിളല്ലേ? അതെ, ഞാൻ തന്നെയാണ് മുതലാളി, സുബ്രൻ മുതലാളി. എടോ കൊച്ചുമോയിലാളി, പിന്നെ വിളിക്കാം, റേഞ്ച് ഇല്ല. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനോ? കുരിയപ്പങ്ങളോട് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നോടല്ല, ഈ ഫോണിലൂടെ പറയണതൊക്കെ ഞാൻ കേട്ടു. ദേ, ഈ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നതേ വാടകയ്ക്ക് കൊടുക്കാനാ. അതാര് ചോദിച്ചാലും കൊടുക്കണം. പെങ്ങളെ, ഇപ്പൊ വിളിച്ചത് 50 വയസ്സായ ഒരു തള്ളയാ. ഈ സൈക്കിളെ കൂടെ വെച്ചിരിക്കുന്നതേ പെങ്ങളെ പോലെ സുന്ദരികളായ തരുണി മണികൾക്ക് ചവിട്ടാനാ, അല്ലാതെ മൂത്ത് നിറച്ചൊരുമാതിരി എരണം കെട്ട തള്ളമാർക്ക് ചവിട്ടാനുള്ളതല്ല. എന്താ പെങ്ങളെ? ഇവിടെ അന്തസ്സായിട്ട് സൈക്കിൾ കട നടത്തിക്കൊണ്ട് പോന്നവളാ ഞാൻ. ഇവിടെ ഉണ്ടായിരുന്ന 10 സൈക്കിളുകൾ ബാക്കി വാടകയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞാനേ കഴിഞ്ഞ 16 വർഷമായിട്ട് ഈ വാർഡിലെ സ്ഥിരം മെമ്പറാ. പല വമ്പന്മാരെ എന്നെ വളയ്ക്കാൻ അല്ല ഇറക്കാൻ നോക്കിയിട്ടുള്ളതാ, നടന്നിട്ടില്ല. പിന്നെ ആണോടാ നീ? നിനക്ക് എന്റെ പേര് നന്നായിട്ട് അറിയാലോ. അത്ര നന്നായിട്ട് അറിയില്ല, എങ്കിലും അറിയാം. കുരുവിപ്പെങ്ങൾ അല്ല, കുരുവി ഭാരതി. ആ, ഭാരതി കുരുവിയായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലാതെ ഞാനൊരു കമ്മ്യൂണിസ്റ്റും അല്ല കോൺഗ്രസും അല്ല. സ്വതന്ത്ര. എന്റെ ചിഹ്നം കുരുവിയാ, കുരുവി. നിങ്ങൾക്കറിയാമോ? എനിക്കറിയാം. പെങ്ങൾ ഇമോഷൻ ആവാതെ ഈ തണുത്ത വെള്ളം കുടിക്ക്. നിനക്ക് ചൂടുള്ളത് ഞാൻ പിന്നെ തരാം. ഒരു ദുരന്തം ഒഴിവാക്കി. നിനക്ക് കൊച്ചുപിള്ളേരോട് സൈക്കിളിന്റെ കാശ് ചോദിക്കാൻ വലിയ മടിയല്ലേ? അതെ പെങ്ങളെ. നാളെ നേരം വെളുക്കുമ്പോ എന്റെ മുഴുവൻ സൈക്കിളുകളും അതിന്റെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം. മനസ്സിലായോടാ കഴുതേ? ഹലോ, ആ മഞ്ജു, നീയായിരുന്നോ? ആ, ഞാൻ കളക്ടർ കാണാം. അതെ, മന്ത്രി വിവരം അറിയിച്ചിട്ടുണ്ട്. നീ ഒന്നും ഉണ്ട് പേടിക്കണ്ട. ആ, പിന്നെ മോന്റെ അസുഖമൊക്കെ മാറിയോ? ആ, മണൽ വാരൽ പ്രശ്നം ഇതുവരെ തീർന്നില്ല. എന്താ? ആ, ആയിക്കോട്ടെ. നമ്മുടെ വണ്ടി ശരിയാ, നമ്മുടെ സൈക്കിളാ. എന്തൊരു സ്പീഡല്ലേ പെങ്ങളെ? പോയി പിടിക്കടാ. അത് അവക്ക് ഇഷ്ടമാവോ? പീഡനത്തിൽ സൈക്കിളിൽ തന്നെ ഫോളോ ചെയ്താ പീഡനമാവോ? അവന്റെ ഒരു പീഡനം. ഇല്ലെങ്കിൽ ഇവനെ ഞാൻ പീഡിപ്പിക്കും. ഓർഡർ പിടിച്ചോണ്ട് ചെല്ലാൻ. ഞാൻ അടുക്കും തോറും നീ അകലുകയാണല്ലേ? ഇത് ഞാനാണ് നിന്റെ സുബ്രു. 8 മാസമായി ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒന്ന് തരൂ. എന്റെ കയ്യിൽ നിന്ന് ഇനി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നീ കുരുവി ഭാരതിയെക്കൊണ്ട് 1 മാസത്തെ വാടകയെങ്കിലും അഡ്വാൻസ് ആയിട്ട് കൊടുക്കൂ. നീ എന്തിനാണ് എന്നെ ഇതിന്റെ ഇടയിലിട്ട് ഞെരിക്കുന്നത്? താങ്ക് യു സാർ. ഓവർടേക്കുമ്പോ സൂക്ഷിക്കണോ? അത് ശരി. നീ പൂവാലനാണോടാ? അയ്യോ, ഞാൻ സുബ്രനാണ് സാറേ. ഏത് സുബ്രൻ? കുരുവി സുബ്രൻ. കുരുവി സുബ്രനോ? നീ എന്തിനാ പെങ്കൊച്ചിന്റെ പുറകെ വെച്ച് പിടിച്ചത്? വച്ചു പിടിച്ചതോ? അവൾ അടിച്ചോണ്ട് പോയാ പിന്നെ വെച്ച് പിടിക്കാതെ? എന്തടിച്ചോണ്ട് പോയി? അവൾ എന്റെ സൈക്കിൾ അടിച്ചോണ്ട് പോയി സാറേ. അപ്പൊ വെച്ച് പിടിച്ചതോ? അത് പിന്നെ ഞാൻ പുറകെ വെച്ച് പിടിച്ച്. അപ്പൊ അടിച്ചോണ്ട് പോയതോ? അടിച്ചോണ്ട് പോയതല്ലേ അങ്ങ് പോയത്. അപ്പൊ വെച്ച് പിടിച്ചതോ? വെച്ച് പിടിച്ചത് ഈ സൈക്കിളല്ലേ. അപ്പൊ അടിച്ചോണ്ട് പോയതോ? അടിച്ചോണ്ട് പോയത് ഇതിലോ അതിലോ. എനിക്ക് സൈക്കിൾ കിട്ടിയില്ലെങ്കിൽ വേണ്ട. കുരുവി കൂട്ടുന്ന കടുവേര മുമ്പിലാണല്ലോ ദൈവമേ വന്ന് പെട്ടത്. നിന്നെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ. ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ. ഇന്ന് കളക്ടറെ കാണാൻ പോകുന്നില്ലേ പറഞ്ഞത്? ഞാൻ ഇന്ന് കളക്ടറെ കാണാൻ പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാ ഇവിടെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ. 2 മാസമായിട്ട് കാശുമില്ല, പണിയില്ല എന്റെ മെമ്പറെ. മണല് വാരിയ പുഴ നശിക്കുന്നു പറഞ്ഞല്ലേ കളക്ടർ ഓർഡർ തരാത്തത്? എന്നിട്ട് കഴിവുള്ളവരും കാശുള്ളവരും മണൽ വാരുന്നില്ലേ? നല്ല വിലക്ക് വിൽക്കണുണ്ട്. കളക്ടർ കാല് പിടിച്ചെങ്കിലും മണൽ വാരാനുള്ള ഓർഡർ ഒന്ന് പാസ്സാക്കണം മെമ്പറെ. എനിക്കറിയാം കുമാര, ആ പ്രസിഡന്റ് തങ്കപ്പനില്ലേ, ആൾ ഇത്തിരി തരികടയാ. ഞാൻ നടക്കട്ടെ ചേച്ചി.
ഉറക്കമായേ. മുത്തച്ഛ, എന്താ മോളെ? ഇതെന്താ ഇത്? നല്ല ഒന്നാന്തരം മുന്തിരിക്കള്ള്. ആ. ഇപ്പൊ ചെത്തി ഇറക്കിയുള്ളൂ. കുഞ്ഞിന് ഇത്തിരി വേണം. ഇതെല്ലാം കൂടെ എടുത്ത് തലയിലേക്ക് ഒഴിക്കും ഞാൻ. അപ്പൊ കള്ളാഭിഷേകം അല്ലേ? അയ്യടാ, ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാലത്ത് തന്നെ ഈ സാധനം കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. എന്താ മോളെ ഇത്? മോക്കറിഞ്ഞൂടെ ഇത് മുത്തച്ഛന്റെ മരുന്നാന്നുള്ളത്? നല്ല മരുന്നും കൂട്ടിന് പറ്റിയ ഡോക്ടറും. ഇന്നലെ ചില്ലേലിക്കാവില് മുടിയാട്ടം കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര ക്ഷീണം. അതെ അതെ അതെ, ക്ഷീണം കയ്യാല് കിഴപ്പ്, നടുവേദന. അതിന് ഇന്നലെ മുടിയാട്ടത്തിന് കാളിയേറ്റം ഉണ്ടായിരുന്നില്ലല്ലോ. ഓ, പിന്നെ ഇല്ലടോ. എന്റെ മോളോട് മുത്തച്ഛൻ കള്ളം പറയോ? ഊടോ വേലു. അന്തോണി ചേട്ടന്റെ പറമ്പിൽ ചെത്തണ കൊന്ന തെങ്ങാണ് സത്യം. ഇല്ല, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ എന്റെ മോളെ ഞാൻ മുടിയാടാൻ കൊണ്ടുപോകാത്തെ. ആ പാറത്താളയ്ക്കൊപ്പം കിടക്കുന്നതിനും ഭേദം മുത്തച്ഛന്റെ കൂടെ മുടിയാട്ടത്തിന് വന്നത്. നീ ഒന്നുകൂടെ വലുതാകട്ടെ എന്നിട്ട് കൊണ്ടുപോവാം. ഇല്ലടോ. മുത്തച്ഛ, ഒരു ഗ്ലാസ് ഇവിടെ. പോ. എടോ വേലു, തനിക്കറിയോ? എന്തോ അറിയാം? എടോ, എന്റെ മോള് ചന്ദ്രിക, ഇവളുടെ അമ്മ, അവള് മരിക്കുമ്പോ ഇവക്ക് 8 വയസ്സാ. ഇവളുടെ കൈ പിടിച്ച് എന്റെ ഓ, മതി മതി മതി. ഇത് ഞാനും ഈ നാട്ടുകാരും കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. എന്നെ വളർത്തിയത് മുത്തച്ഛനാണ്. എന്റെ അച്ഛൻ ദൂരദേശത്തേക്ക് ജോലിക്ക് പോയിരിക്കാണ്. ഇതൊക്കെയല്ലേ ഉള്ളൂ പറയാൻ. കുടിച്ചോ? ഉള്ള കാശ് മൊത്തം കുടിച്ചു തീർത്തോ? ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു മുത്തച്ഛൻ. അല്ല, ഞാൻ ആർക്ക് വേണ്ടി ഇങ്ങനെ തയ്ക്കുന്നേ? ഞാൻ തയ്ക്കുന്ന മുത്തച്ഛൻ കുടിക്കുന്നു, ഞാൻ തയ്ക്കുന്ന മുത്തച്ഛൻ വീണ്ടും കുടിക്കുന്നു. എന്റെ ഒരു തലയിലെഴുത്ത്. അല്ല, ആരൊക്കെയായി വന്നിരിക്കുന്നേ? അയ്യോ, തയ്ച്ച ബ്ലൗസേ വീട്ടിൽ കൊണ്ട് തരുമായിരുന്നല്ലോ. അതൊന്നും സാരില്ല, ഞങ്ങൾക്ക് സുഭദ്രാമടയെന്ന് എണ്ണ വാങ്ങി തരാം. എന്നിട്ട് വേണം ഈ മുടിയൊന്ന് വലുതായി കിട്ടെ. അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ പോലോ. പക്ഷെ വണ്ടി ഞാൻ ഓടിക്കും. ഓക്കേ. മുത്തശ്ശ, പോയിട്ട് വരാം. ഞാനുണ്ട്. എനിക്ക് സുന്ദരാമെന്ന് കാണണം. ഈ കുന്തത്തെ ഒന്ന് കേറണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹം. വേഗം വാ. സുന്ദരാമോ, സുന്ദരാമേ, ഒന്ന് വന്നേ. മുത്തപ്പനെ നോക്കി. ഒന്ന് വരാൻ. പോരട്ടെ പോരട്ടെ പോരട്ടെ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താ മുത്തപ്പ, ആരാ ഇതൊക്കെ? എല്ലാം നമ്മുടെ ഫ്രണ്ട്സാ. എന്ത് ചെയ്തിട്ടും ഇതിവിടെ മുടി വളരുന്നില്ല എന്ന്. അമ്മരത്ത് എണ്ണ വാങ്ങാൻ വേണ്ടി വന്നതാ. മോളെ വത്സലേ, നീ ആ മുടിക്കുള്ള എണ്ണ എടുക്ക്. വാ. അതെ, മുടി വളർന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ആട്ടത്തിന്റെ ഗ്രൂപ്പിൽ ചേർക്കാൻ. ഇംഗ്ലീഷ് മരുന്നുകൾ പലതും നോക്കി, എന്നെ ചെയ്തു. മുടി വളരുന്നുമില്ല, ഒട്ടും ഉള്ളുമില്ല. കുട്ടികൾക്ക് ഈ പ്രായത്തില് ആരാ മറിഞ്ഞു മുടി ഉണ്ടാവണെന്നാ പഴമക്കാർ പറയുന്നേ. നീ കണ്ടോ, അമ്മയ്ക്കിപ്പോഴും എന്തോരം മുടിയാ. അത് കണ്ടൊഴിഞ്ഞാർക്കാവിലെ ചൂലുകുത്ത് നേർച്ച നടത്തിയിട്ടാ. മുത്തപ്പനെ അറിയാലോ, കണ്ടൊഴിഞ്ഞാർക്കാവ്. അറിയാവുന്നു കേട്ടോ പിള്ളേരെ. പണ്ട് ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. അതിങ്ങനെ ഒഴുകി വരുമ്പോ നേരെ മുമ്പിലൊരു വലിയ കുന്ന്. കുന്നിന്റെ മുകളിൽ ശിവനും പാർവതിയും. പുഴ അവരെ കണ്ടു തൊഴുത് കുന്നിന്റെ വശത്തോട് ഒഴിഞ്ഞു മാറി ഒഴുകി. അതാണ് കണ്ടൊഴിഞ്ഞ ആവൻ. പുതിയ ചൂലുണ്ടാക്കി ആ കാവിന്റെ മുമ്പിൽ കുത്തിവെച്ച് പുഴയിൽ മുടിയൊലുമ്പി കുളിച്ചാൽ കണ്ടോ, പുഴ പോലെ മുടി ഉണ്ടാകുന്നാ പറയുന്നത്. കുമാരോ, എന്താ? ഒന്നും പറയണ്ട. മാറി മാറി മാറി. ആ. ദേ, പഞ്ചായത്ത് പ്രസിഡന്റ് പാര വെച്ചു. ആ. എന്നിട്ടും ഞാനിത് കളക്ടർ എടുത്ത് ഒപ്പിട്ട് വാങ്ങിച്ചു. എന്ത്? നാളെ മുതൽ പുഴയിന്ന് മണല് വാരാൻ ഓർഡർ. നമുക്കിതൊന്ന് ആഘോഷിക്കണം. അതൊന്നും വേണ്ട സമുദ്രം മുത്തപ്പ. എന്തായി പറയുന്നേ? എത്ര നാളായിട്ട് നമ്മൾ ആൾക്കാരെല്ലാം പട്ടിണിയാ. കുമാരാ, അതെ. എല്ലാവരെയും വിളിക്ക്. കുട്ടായിയേ, യേശു, ഗോവിന്ദ, ലാലാ, ഓടി വായോ. ഓഹോ.